പുതിയ കോഴിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? അതെ. ആ ഇപ്പൊ കേസായിട്ടില്ല. ഇപ്പൊ പോയി കൂട്ടി കയറിക്കോ. കേസാകുമ്പോ ഞാൻ വിളിക്കാം. പഴയ മാൻകുട്ടി ഇവിടെ ഉണ്ടായിരുന്ന പുല്ല് ഇന്നത് മതി. ഇനി ലഞ്ച് ബ്രേക്കിന് കഴിഞ്ഞാ അപ്പൊ കോടതി തുടങ്ങാൻ പോവുകയാണ്. കോടതിയോ? കോടതി എന്നല്ലേ പറയാ? കോടതി അങ്ങ് നാട്ടിലെ കാട്ടില് കാടതി. അത് മനസ്സിലാക്കാൻ വേണ്ടിട്ടല്ലേ ഈ ബോർഡിൽ കാടതി എഴുതിച്ചേ? ഇത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ അല്ലായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മൂങ്ങടുത്ത് പറഞ്ഞു ഇവിടെ കാടതി എഴുതാൻ. അവ എഴുതിയത് കണ്ട കാട്ടുതി എന്ന്. രാവിലെ കണ്ണ് കണ്ടുകൂടാത്ത ആ മൂങ്ങന്റെ അടുത്ത് ആരെങ്കിലും ഈ പണി ഏൽപ്പിക്കോ? എന്നാ നിങ്ങക്ക് രാത്രി ഏൽപ്പിച്ചൂടായിരുന്നോ? രാത്രിയാണെങ്കിൽ എനിക്കും കണ്ണു കാണില്ല. ലാസ്റ്റ് ഞാൻ ആർട്ടിസ്റ്റ് മരം കൊത്തിനെ വെച്ചിട്ടാണ് ഇത് കൊത്തിയിട്ട് കാടതി ആക്കിയത്. നന്നായി. അപ്പൊ കേസ് വിളിക്കാൻ പോവുകയാണ്. കേസ് വിളിക്കുന്ന ബെഞ്ച് ക്ലർക്കല്ലേ? നമ്മുടെ ബെഞ്ച് കളർക്ക് ദോണ്ടാ ബെഞ്ചിൽ നിന്ന് കുത്തുന്ന കണ്ട ആ കോഴിക്കുഞ്ഞാണ് നമ്മുടെ ബെഞ്ച് കളർക്ക്. ഇന്ന് സിംഹത്തിന്റെ കേസാ നടക്കണ പറഞ്ഞിട്ട് പേടിച്ചു പോയിരിക്കുക. അപ്പൊ കേസ് വിളിക്ക. പൊന്മുടിക്കാട്ടിലെ പുള്ളിമാൻ ഭവനത്തിലെ കലമാന്റെ പ്രിയതമനായ സുലൈമാനോ അല്ല, പുള്ളിമാനെ വേട്ടയാടിക്കൊണ്ടുപോയ സിംഹപ്പുര വീട്ടിലെ സിംഹരാജാവ് ഹാജറുണ്ടോ? ഇങ്ങനെ വിളിച്ചാലോ സിംഹം വരില്ല എന്നട്ടോ എനിക്ക് തോന്നുന്നേ. അവൻ ഇങ്ങോട്ട് വരുത്താനുള്ള ഐഡിയ ഒക്കെ എന്റെ ഉണ്ട്. ഇത് കണ്ട, ഇത് നല്ല ആട്ടിറച്ചിയാണ്. ആട്ടിറച്ചി 2 പീസേ ഉള്ളൂ. അവ ഇങ്ങോട്ട് വന്നോളും. എന്റെ നല്ല ആട്ടിറച്ചി ഉണ്ട്. നല്ല തുടുതുടാന്ന് പറഞ്ഞ ആട്ടിറച്ചിയാണ്. നല്ല സോഫ്റ്റ് ആട്ടിറച്ചിയാണ്. ഇത് ഞാൻ ഇപ്പൊ കടുവയ്ക്ക് കൊടുക്കുവേ. അയ്യോ കൊടുക്കല്ലേ, സിംഹ ഹാജരുണ്ട്. പേടിച്ചിട്ട് ഓടിയൊന്നുമില്ല. ഒറ്റ വലിക്ക് 2 ഇറച്ചി കഴിക്കണ്ട വിചാരിച്ചു. അയ്യോ പല്ല് പോയേ. അയ്യോ പല്ല് പോയി. ഒരു സിംഹത്തിന് ഇത്രയും കൊതി പാടില്ല. അതെ, ആട്ടിറച്ചി കരിങ്കല്ലി ഉണ്ടെന്നേ. അയ്യോ ഞാൻ ആട്ടിറച്ചി എന്നല്ല പറഞ്ഞ്, ആർട്ടിറച്ചി. ആർട്ടുകാരുണ്ടാക്കി തന്ന ഇറച്ചി. നിന്റെ പല്ല് പോയാ? ഇനി സമാധാനായിട്ട് കാടതി നടത്താം. നീ കാടതിയിലായ ഒരു മൃഗങ്ങളെ നീ പിടിച്ച് തിന്നൂലല്ലോ. കൂട്ടി കയറാ. അല്ല, ആ കൂട്ടിലൊന്ന് കേറാൻ. കൂട്ടി കയറാം. അല്ല, എങ്ങോട്ട് തല്ലി പിടിച്ച് പോണ്? അല്ല, മാനിന്റെ കൂട്ടി ഇരിക്കാം. അതാകുമ്പോ മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാല്ലോ. അമ്മടെ ചിഞ്ചുണ്ടാക്കടി. ഈ വാലി വെച്ചൊന്ന് തന്നാട്ടല്ലോ. ഈ വാലി വെച്ചൊന്ന് തന്നാട്ടല്ലോ. ഒരു മാന്റെ കേസിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ഓർമ്മ വേണം. പോയി ആ കൂട്ടി കയറ്. അല്ല മാൻകുട്ടി, നിനക്ക് വാദിക്കാൻ ആരുമില്ലേ? കുറുക്കിയത് വേണ്ട, കലക്കിയത് മതി. കുറുക്കിയത് നല്ല കലങ്ങി. എന്നാ വരാൻ പറയൂ. എന്ത് പറ്റി കോഴിക്കുഞ്ഞെ? ആ കുറുക്കൻ എന്നെ പിടിക്കാൻ വന്നേ, എന്നെ തിന്നുവേ. അയ്യോ, അല്ലെങ്കിൽ ആ കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കോട്ട് തന്നെ. നീ എന്തിനാണ് അതിന്റെ അടുക്കള വഴി ഓടിയത്? ഞാനൊരു കുറുക്കനല്ലേ? കുറുക്കനായിട്ട് കണ്ടവരുടെ അടുക്കളയിൽ കൂടെ കയറുക. നിനക്ക് നേരെ വഴി വന്നാ പോരെ? ഞാനൊരു കുറുക്കനായതുകൊണ്ട് എനിക്ക് കുറുക്കു വഴിയേ വരാൻ പറ്റൂ. കേസ് തുടങ്ങട്ടെ. എന്താ ഇത്? ഗ്യാസ് തുടങ്ങി. അല്ലല്ല, നിർത്ത്. ഇതല്ലേ ഉള്ളൂ. ഇതിൽ ഇറച്ചി എന്തിയേ? ഇന്നലെ രാത്രി വന്ന് ഇതിന്റെ ഇറച്ചിയെല്ലാം നിന്നിട്ട് എന്റെ മുന്നിൽ ബെസ്റ്റ് ആയിട്ട് കളിക്കല്ലേ. ആ, ഈ സിംഹത്തിന്റെ കേസ് എന്തായാലും ഒരു ഏണിയാവുമല്ലോ. അതുകൊണ്ടാ പോയി കേസ് വാദിക്കൂ. ഈ നിൽക്കുന്ന കലമാനെ നിങ്ങൾക്കറിയാമോ? പിന്നെ അറിയാതെ ഞാൻ എത്ര തവണ ചാടി പിടിക്കാൻ നോക്കിയാന്നറിയോ? അപ്പോഴൊക്കെ എന്റെ കയ്യിൽ ഇതുപോലെ ഒഴിഞ്ഞു മാറും. പിന്നെ പിടിക്കാൻ നോക്കും, പിന്നെ ഒഴിഞ്ഞു മാറും. ഭയങ്കര ഓട്ടക്കാരിയാ. ആണല്ലേ? ചുമ്മാതല്ല എന്റെ കൈ കിട്ടാത്തത്. വാദിക്കൂ. നിങ്ങൾ കലയുടെ മാമനല്ലേ? കലയുടെ മാമനോ? ഞാൻ കലമാനാ. എനിക്കറിയാം. എന്നോട് ഇല്ല കളി കളിക്കണ്ട, എനിക്കറിയാം. കേസ് കൊഴുക്കട്ടല്ല, ഉണ്ടപ്പൊരി. അവിടെ എനിക്ക് അറിയത്തുള്ളൂ ഗ്യാസ് പിടിച്ചിരുത്തുന്നത്. വാദിക്കൂ, നോക്കിക്കൊണ്ട് നിക്കാതെ. ഇറച്ചിട്ടൊടുക്കാം, നമ്മളെ പിടിച്ചു വിഴുങ്ങും. മിസ്റ്റർ രാജസിംഹം. ഞാൻ രാജസിംഹമല്ല,
സിംഹരാജൻ. ഇവരെ കണ്ടിട്ട് എന്നെ അറിയില്ലേ, മൊത്തവും പോയി. മിസ്റ്റർ രാജമാൻ, മിസ്റ്റർ കലസിംഹം. എന്തോന്നൊക്കെയാണ് ഈ പറയുന്നേ? അല്ല, മാനും സിംഹവും തമ്മിലുള്ള വിഷയമല്ലേ? ഇങ്ങനെ പോയാ ഇത് വിഷയാവും. നമ്മുടെ ഈ കോടതിക്ക് ആദ്യം തന്നെ വേണ്ടത് തെളിവും എവിഡൻസുകളുമാണ്. കോടതിക്ക് ആദ്യം വേണ്ടത് തെളിവല്ല, വെളിവാണ്. എവിഡൻസ് അല്ല, എവിഡൻസ്. എന്നാ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം പിന്നെ ഇവൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇണ്ട് കൊരങ്ങഞ്ചി ഉണ്ട്. കൊരഞ്ചിയാ? പിന്നെ കൊരങ്ങൻ ജഡ്ജിനെ കൊരങ്ങഞ്ചി എന്നല്ലേ വിളിക്കേണ്ടത്? എന്റെ പുള്ളിമാനെ തട്ടിക്കൊണ്ടു പോയത് ഒരാൾ കണ്ടിട്ടുണ്ട്. ആരാണ്? സാക്ഷിയുണ്ട്. കാണിക്കൂ. ഓ, ഈ കാട്ടുപോത്താണ് സാക്ഷി. എന്താണ് അവിടെ കണ്ടത്? അയ്യോ, അല്ല, ഒന്നും മനസ്സിലാവുന്നില്ല. നേരെയുള്ള ഭാഷയിൽ പറയുമ്പോ പറഞ്ഞു പോടാ കാട്ടുപോത്തെ. ഈ സാക്ഷികളെ കൊണ്ടുവരുമ്പോ അക്ഷരസ്ഫുടമുള്ള സാക്ഷികളെ കൊണ്ടുവരാൻ. ആ, അതുള്ള സാക്ഷികളെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഡബ് ചെയ്തിട്ട് കൊണ്ടുവരണം. പിന്നെ ഇതിനെ ഡബ് ചെയ്യാനാ ഡബിംഗ് ആർട്ടിസ്റ്റിന് കൊറേ പൈസ കൊടുക്കണം. കൊടച്ചി, സോറി കൊരഞ്ചി, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് കാട്ടുപോത്ത് ഊമ്യാന്ന് എഴുതി കൊടുത്തൂടി. മണ്ടത്തരം പറയാതെ ഇങ്ങോട്ട് വന്നേ. ഒരു ചെറിയ പീസ് തന്നെ എടുത്തോ. ഡബ് ചെയ്യാൻ വേണ്ടി 2000 രൂപ കോടതി അനുവദിച്ചിരിക്കുന്നു. എടാ, നീ നാട്ടിലൊക്കെ നീ നോട്ടീസ് അടിക്കണം, ഡബിംഗ് ആർട്ടിസ്റ്റിനെ സ്വീകരിക്കുന്നു എന്ന്. പിന്നെ ഈ നോട്ടീസ് കണ്ടിട്ട് ഡബ് ചെയ്യാൻ ആ ഷെമീത്തിലൊക്കെ വരികയല്ലേ? എന്താണ് അവിടെ കണ്ടത്? ചോദിക്കൂ. അവിടെ എന്താണ് കണ്ടത്? നിങ്ങളൊന്ന് തെളിച്ചു പറ. എന്റെ കൊരങ്ങഞ്ചി അല്ല, ക്ഷമിക്കണം, കുറുക്കിയില്ലേ? എന്താണ് പറയുന്നത്? കുറുക്കാൻ വക്കീല, കുറുക്കിയില്ലല്ലേ പറയേണ്ടത്? പറ. ഒരു ദിവസം ഞാനും എന്റെ പുള്ളിക്കാരനും എന്തോ അല്ല പുള്ളിമാനും കൂടെ നീന്തിലാറ്റുകയായിരുന്നു. എന്ത്? അല്ല, ആറ്റിൽ നീന്തുകയായിരുന്നു. അപ്പൊ ഈ ദുഷ്ടനായ സിംഹം ബാക്കിൽ വന്ന് ഇത് കോടതി വിശ്വസിക്കൂല. ബാക്കിലൂടെ അല്ല അറ്റാക്ക് വരിക, ഫ്രണ്ടിലൂടെയാണ് അറ്റാക്ക്. ഇത് ഞാൻ വിശ്വസിക്കും. അതെന്താ? ചിലവർക്ക് ബാക്കിൽ കൂടെ അറ്റാക്ക് വരും. എന്താണ് അവിടെ നടന്നത്? അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? റിക്രിയേറ്റ് ചെയ്യൂ. റീക്രിയേറ്റ് കാണിക്കൂ. അങ്ങോട്ടോ. തിന്നു എനിക്ക് തിങ്ങളെ മൊത്തം എടുത്ത് തിന്നല്ലേ. പിന്നെന്താണ് നടന്നത്? അത് കാണിച്ചെന്നാ മതി. അല്ല, സാധാരണ സിംഹത്തിന് അരയെ കിട്ടി അതുകൊണ്ട് പോറാ പതിവ്. നീ കോടതിയിലെ കേസും കൊണ്ട് പോണ്ട. ആ കേസിനവിടെ വെക്ക്. നീ കേസിനെ കൊണ്ട് പോയല്ലേ ഞാൻ എത്ര പേർക്ക് സമാധാനം പറയണമെന്ന് അറിയോ? വിളിച്ചപ്പോ തന്നെ കേറി അങ്ങ് പോയിക്കോളും. പിന്നെന്താണ് നടന്നത്? ചോദിക്കൂ. നമുക്ക് ഇറച്ചി ഇട്ട് കൊടുത്താലേ രക്ഷയുള്ളൂ. അത് അല്ലെങ്കിൽ സിംഹം ഡബിൾ ക്യാച്ച്. സിംഹം, നിങ്ങളാണ് ഈ കലമാന്റെ പുള്ളിമാനെ കൊണ്ടുപോയത് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. പുള്ളിമാൻ എവിടെ? വയറ്റില. എന്റെ വയറ്റിലല്ലേ, എറണാകുളം വയറ്റിലേല്. അപ്പൊ സംശയിക്കണ്ട, അത് ആരെങ്കിലും വയറ്റിൽ പോയി കാണും. പിന്നെ എന്താണ് സംഭവിച്ചത്? ഞാൻ ഈ പുള്ളിമാനെ കൊണ്ട് വയറ്റിലെ ഹബ്ബി കൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാട്ടിലുണ്ടായിരുന്ന നീ എങ്ങനെ നാട്ടിലോട്ടെത്തി? അപ്പൊ നിങ്ങൾ എന്തോന്ന് വിചാരിച്ചാ? നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടെ? അതെ, കാട്ടില് ഭക്ഷണം കിട്ടാത്തോണ്ട് കാട്ടിലെ മൃഗങ്ങളൊക്കെ ഇപ്പൊ നാട്ടിലിറങ്ങിയ ഭക്ഷണം കഴിക്കുന്നത്. നാട്ടിൽ മനുഷ്യരൊക്കെ എങ്ങനെ സഹകരിക്കുന്നേ? അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ മൃഗങ്ങളെ തന്നെയാ നല്ലത്. നാട്ടിൽ മൃഗങ്ങളെക്കാ കഷ്ടമാടാ മനുഷ്യര്. പിന്നെ എന്താണ് സംഭവിച്ചത്? എന്നിട്ട് ഞാൻ ഈ പുള്ളിമാനെ കൊണ്ട് വയറ്റിലെ ഹബ്ബിക്കൂടെ ഓടിപ്പോക്കൊണ്ടിരുന്നപ്പോ 2 മനുഷ്യന്മാര് വന്നെന്റെ അതും കാറില് എന്നെ മടിച്ച് എന്റെ പറിച്ച് ഡിക്കിക്കകത്തിട്ട് അങ്ങ് കൊണ്ടുപോടാ. സിംഹത്തിന്റെ കയ്യിൽ നിന്ന് ഇറച്ചി മേടിച്ചോണ്ട് പോവാൻ പറ്റിയ അതേ 2 മനുഷ്യന്മാര്. സിംഹത്തിന്റെ കയ്യിൽ നിന്ന് ഇറച്ചി കെട്ടിക്കൊണ്ടുപോയ ആ 2 മനുഷ്യന്മാര് സമ്മതിക്കണം കേട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ കാട്ടില് CCTV ഒക്കെ ഒന്ന് തുറക്ക്. മൂങ്ങച്ചി മൂങ്ങച്ചി ഓപ്പൺ എന്തുവാ മൂങ്ങച്ചിയോട് കണ്ണോർക്കാൻ പറഞ്ഞത്? സിംഹത്തിന്റെ കയ്യിൽ നിന്ന് ഇറച്ചി കൊണ്ടുപോയി നമുക്ക് അറിയണ്ടേ? സിംഹച്ചി ഓപ്പൺ ഇവരെ തന്നെ തെരച്ചു കൊണ്ടത്. ഇവര് തന്നെ എന്റെ ഇത് കൊണ്ടത്, എന്നെ ഇറച്ചി കൊണ്ട്
എന്റെ മഹാപാപികള്. ഞാൻ പറഞ്ഞില്ലടാ ഈ കേസ് എന്റെ കയ്യിൽ നിൽക്കില്ലെന്ന്, അതുകൊണ്ട് ക്ഷീണിച്ച് കിടക്കുന്നു. അങ്ങനെ പറഞ്ഞാ പറ്റൂല. നിങ്ങൾ അവർക്ക് ഒരു ശിക്ഷ കൊടുക്ക്. ഈ മനുഷ്യന്മാരുടെ ശിക്ഷ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി ഇതിന്റെ വിധി പറയണമെങ്കിൽ അങ്ങ് കോമഡി മാസ്റ്റേഴ്സിലെ എലീന ചേച്ചി പറയണം. പോയി വിളിച്ചോണ്ട് എലീന ചേച്ചിയെ. എലീന ചേച്ചി എങ്ങോട്ട്? നമുക്ക് അവർക്ക് ശിക്ഷ കൊടുക്കണ്ടേ? വാ, വേഗം ഒന്ന് വാ. എലീന ചേച്ചി, നമ്മുടെ സിംഹത്തിന്റെ കയ്യിൽ നിന്ന് ഇറച്ചി തട്ടിക്കൊണ്ടുപോയ ആ രണ്ടുപേർക്കും നല്ല തറ്റതായ ശിക്ഷ കൊടുക്കണം. സംഭവം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ടാൾക്കാരാണ് ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവര് ചെയ്തതെന്നുള്ളത്. ഞാനാണെങ്കിൽ ഒരു പീസ് എടുത്ത് കഴിക്കുകയും ചെയ്തു. അറിയില്ലായിരുന്നു. അല്ല അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. അവര് കഴിച്ചത് മാനല്ല. മാനല്ലേ? അപ്പൊ അവരെന്താ കഴിച്ചത്? അവരേതോ ബീഫോ ചിക്കനൊറ്റാണ് കഴിച്ചത്. അപ്പൊ മാന തട്ടിക്കൊണ്ടുപോയി ഇവര് കഴിച്ചു, തെളിവ് എല്ലാം പറഞ്ഞു നമ്മളുണ്ട്. അല്ല അതെ, ഞങ്ങൾ അതല്ല കഴിച്ചത്. ഞാൻ നോബിയാണ് മേടിച്ചോണ്ട് എന്തോ ഇതാണ് കഴിച്ചത്. അതെ, നോബിച്ചേട്ടൻ എങ്ങനെ സാധിച്ചത്? ഭയങ്കര മോശമായി പോയാ ചെയ്തത്. അത് ഞങ്ങള് സിംഹത്തിനാണ് ഉന്നം വെച്ചത്. സിംഹത്തിനെ കിട്ടിയില്ല. കയ്യിലിരുന്ന മാനിനെ പിടിച്ചു, അതും ചാടിപ്പോയി. ആണോ? ആന്ന്. പിന്നെ ആ വിഷമത്തില് ഞങ്ങൾ ഇച്ചിരി കരിങ്കോഴി മേടിച്ചത്. കരിങ്കോഴി ഫ്രൈയും കറിയും. അപ്പൊ ഇത് അങ്ങോട്ട് ശരിയാവുന്നില്ല. ആരാ കൊണ്ടുപോയത്? മാനിന്റെ പുള്ളിമാനെ കണ്ടുപിടിച്ചിട്ടാ, കണ്ടുപിടിച്ച്. എവിടുന്നാട്ടാ കണ്ടുപിടിച്ചത്? ഇപ്പോ ഇതാണോ? ഇതാ എന്റെ പുള്ളിമാൻ. ഈ പുള്ളിമാനെ ഈ സിംഹം വേട്ടയാടി കൊണ്ടുപോയി പറഞ്ഞിട്ട് ഞാനൊരു കള്ളക്കേസ് തന്നതാ. കള്ളക്കേസാ? ഞങ്ങൾ രണ്ടുപേരും എവിടെ വെള്ളം കുടിക്കാൻ പോവാണെങ്കിലും ഈ സിംഹത്തിന് അവിടെ പാത്തും പളിഞ്ഞും ഞങ്ങളെ പിടിക്കണമെന്ന് നിർബന്ധം. അതുകൊണ്ട് തന്നെ ഈ സിംഹത്തിനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കള്ളക്കേസ് എടുത്തത്. അപ്പൊ കള്ളക്കേസായിരുന്നോ? അതെ. കുട്ടിയണ്ണ, നോബിയണ്ണ, ക്ഷമിക്കണേ, ഇതൊരു കള്ളക്കേസായിരുന്നു. അതുകൊണ്ട് ഈ കള്ളക്കോടതി പിരിച്ചുവിട്ടിരിക്കുന്നു. അല്ല, അങ്ങനെ ഇപ്പൊ പറഞ്ഞാ ഇങ്ങനെ ശരിയാവല്ലേ? ശരിയാണ്. അങ്ങനെ നമ്മളെല്ലാരും ഇവിടെ വരെ കൊണ്ടുവന്നത് വലിയൊരു വിഷയമായി. ഇവിടെ നിന്ന് നിക്കണ്ടതേ അല്ല. അത് ഞങ്ങടത്തല്ല, ഇത് എവിടെ പറയൂ. അത് ഈ സിംഹത്തിനൊരു ശിക്ഷ കൊടുക്കാൻ കൊടുത്താണ്. അതിന് ഞങ്ങളെ പിടിച്ചതിനകത്തിട്ട് ഞങ്ങൾക്ക് മാനനഷ്ടം സംഭവിച്ചില്ലേ? പിന്നെ ഈ സിംഹത്തിന് ഭയങ്കര പേടിയുണ്ടല്ലോ, ഒരു ബോഡി ലാംഗ്വേജിൽ ഒരു കോൺഫിഡൻസ് കുറവ്. എന്ത് പറ്റി സിംഹം? സിംഹം ആ കൂടി പേടിച്ചു പോയി കോടതി കയറ്റിയപ്പം. അയ്യോ, അത് പല്ല് ഒഴിഞ്ഞ സിംഹമല്ലേ, നേരത്തെ പല്ല് പോയില്ല, അതായിരുന്നു. എന്തായാലും ഇതിലൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. തീരുമാനം എത്തുന്നതിന് മുമ്പ് ഈ പെടക്കോഴിയെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ കാട്ടിൽ കാണുന്നത്. ഈ പെടക്കോഴി ഒന്ന് പരിചയപ്പെടും. സിംഹം, ഏതാണ് ഈ പെടക്കോഴി? ഇത് നമ്മുടെ പുതിയ കുട്ടിയാണ്. പുതിയ കുട്ടിയാണോ? എന്താ പുതിയ കുട്ടിയുടെ പേര്? എന്റെ പേര് അശ്വിന. എന്റെ പേര് അശ്വിന. എവിടെയാ സ്ഥലം? എവിടെയാ? കലൂർ. കലൂരിലാണ്. ഏത് ക്ലാസ്സിലാ അശ്വിന? ഞാൻ 5th സ്റ്റാൻഡേർഡ്. 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അപ്പൊ അശ്വിന ആദ്യമായിട്ട് നമ്മളോട് കാട്ടിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് എവിടെയെങ്കിലും പെർഫോമൻസോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടുന്നാണ് തുടക്കം. ഇനി അങ്ങോട്ടേക്ക് അടിപൊളിയായിട്ട് ചെയ്യാം അല്ലേ? മോളെ ഏത് സ്കൂളിലാ പഠിക്കണേ? ഞാൻ സെന്റ് ത്രേസ്യസ്. സെന്റ് ത്രേസ്യസ്. ഓക്കേ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. വെൽക്കം ടു കോമഡി മാസ്റ്റർ. ഞാൻ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു ഗെയിമിലേക്ക് പിള്ളേരോടാണ്. അതായത് എന്നെ ഉൾപ്പെടെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചോ. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇപ്പൊ നിങ്ങളെ പോലെ ഞങ്ങൾ ഓരോ കഥാപാത്രങ്ങൾ, അതായത് കാട്ടിലെ സിംഹം, കുരങ്ങ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറുക്കൻ, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോരോരോ ഫേസ് തരാന്ന് വിചാരിക്കാം. ഏതൊക്കെ മൃഗങ്ങളാക്കും ഞങ്ങളെ? ശ്വേത ചേച്ചിനെ ആദ്യം തുടങ്ങാൻ മോളെ. ശ്വേത ചേച്ചിനെ ആരാക്കും? ക്യൂട്ട് മുയൽ. ക്യൂട്ട് മുയൽ. ക്യൂട്ട് മുയലാണ് അല്ലെ? കാട്ടിലെ ക്യൂട്ട് മുയലാണ് ശ്വേത ചേച്ചി. എങ്കിൽ നമുക്ക് അടുത്ത ഡയന ചേച്ചിനെ എന്താക്കാം? ഡയന ചേച്ചിനെ അധികം സംസാരിക്കാത്ത മൃഗേതാ? എന്നെ എന്റെ ഫ്രണ്ട്സ് പറയണ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ്. എന്നെ ആമാന്ന് വിളിക്കാറുണ്ട്. ആണോ? ആമാ. നോബിച്ചേട്ടൻ. നോബിച്ചേട്ടൻ ആരാ? സിംഹം. അങ്ങ് ഗർജിക്കാന്നല്ലേ? കടുവ വഴിയാ എന്നാ കാരണം? ആ ഇരിപ്പ് കണ്ടില്ലേ, അന്തസ്. ഇങ്ങനെ ശോഷിച്ചിട്ടായിരിക്കുന്ന ഇപ്പോഴത്തെ കടുവ. ഇനി അടുത്ത നമുക്ക് ശ്രീവിദ്യ ചേച്ചി. ശ്രീവിദ്യ ചേച്ചി. ശ്രീവിദ്യ ചേച്ചി മയിലോ? എലീന ചേച്ചി. ശരി, അങ്ങനെ നമുക്കൊക്കെ ഓരോ മൃഗങ്ങൾ ഏതാന്നുള്ളത് നമ്മുടെ പിള്ളേര് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവരെ നിർത്തിയാൽ അപകടമായതുകൊണ്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. എലിയാണല്ലോ, അപ്പൊ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. പൂച്ച
ഓടിക്കോ break.